Bismillahirrahmanirrahim. Innalhamdulillah wassalatu wassalamu ala rasulillah wa ala alihi വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് നിഷേധികളോട് അടിസ്ഥാനപരമായ ഒരു ചോദ്യം. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ എങ്ങനെ നമ്മിലേക്ക് എത്തി എന്നതിൻ്റെ ചരിത്രം നിങ്ങൾ എങ്ങനെ സ്ഥാപിക്കും? ഖുർആനിൽ സഹാബികളുടെ പേരുകളോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആൻ ശേഖരിച്ചതോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മുസ്ഹഫുകൾ ഏകീകരിച്ചതോ വിശദീകരിക്കുന്നില്ല. അതെല്ലാം ഹദീസുകളിലാണുള്ളത്. അതേപോലെ സയ്യിദ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തെ ഖുർആൻ ശേഖരണവും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തെ മുസ്ഹഫ് ഏകീകരണവും എല്ലാം സഹീഹ് ബുഖാരിയിലാണുള്ളത്. അതുകൊണ്ട് ഹദീസുകളെ വിശ്വസനീയമായ തെളിവായി നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഈ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് എത്തിച്ച അതേ ഖുർആൻ തന്നെയാണെന്ന് അതിൻ്റെ ചരിത്രമായ തെളിവുകൾ സഹിതം എങ്ങനെ സ്ഥാപിക്കും? എന്നാൽ അള്ളാഹു തന്നെ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു ഖുർആനിന് പുറമെ ഹിക്മത്തും നൽകിയിട്ടുണ്ട്. അത് സൂറത്തുൻ നിസായിലെ 113-ാം വചനമാണ്. അതേപോലെ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട് 16-ാം അധ്യായം 44-ാം വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം വെറും ഖുർആൻ വായിച്ചു കൊടുക്കലല്ല, മറിച്ച് അത് വിശദീകരിച്ചു കൊടുക്കലുമാണ്. അതിനാൽ ഹദീസുകളെ മുഴുവനായി തള്ളിക്കളയുന്നത് ഖുർആന്റെ വിശദീകരണമായ സുന്നത്തിനെയും ഖുർആൻ നമ്മിലേക്ക് എത്തിച്ചേർന്ന ചരിത്ര സാക്ഷ്യങ്ങളെ തള്ളിക്കളയുന്നതാണ്. അത് ഖുർആനെ തന്നെ തള്ളലാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.